പാലക്കാടും ചേലക്കരയിലും പാവം കോൺഗ്രസ്സുകാർ പെടാൻ പോവാണ്. എന്താ സ്ഥിതി? പാലക്കാട് BJPക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അലയൊലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചേലക്കര BJP CPM-ന് വോട്ട് ചെയ്യും. കൃത്യമായ പ്ലാനിങ്. ആരാ നേതൃത്വം? ഈ പറയുന്ന ADGP അജിത് കുമാർ. പാർലമെന്റിൽ ഒരു സീറ്റ്, നിയമസഭയിൽ ഒരു സീറ്റ്. അത് അങ്ങേരങ്ങ് ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം. ഇതാണ് ഞാൻ ഈ പറയുന്ന നെക്സസ്. ഈ രാഷ്ട്രീയ നെക്സസ് തുടർന്നാൽ എന്ത് നീതിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഈ നെക്സസിന്റെ വലിപ്പം. ഇതിലെല്ലാ പാർട്ടിയിലെയും ഉന്നതരായ നേതാക്കന്മാരുടെ ചില വിഭാഗങ്ങളുണ്ട്. എന്താണ് മാമി കേസ് എവിടെയും എത്താത്തത്? 13 മാസം മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ കൂട്ടുകാരോടൊപ്പം വണ്ടിയിൽ കയറിപ്പോയ മാമിയെ കാണാനില്ല. ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം ദൂരമാണ് മാമി സഞ്ചരിച്ചിട്ടുള്ളത്. ടവർ ലൊക്കേഷൻ അങ്ങനെയാ പറയുന്നത്. എവിടെ പോയി മാമി? അവിടെയാണ് ഈ നെക്സസ് പ്രവർത്തിക്കുന്നത്. ഒന്നും അറിയാത്തൊരു സാധു പയ്യൻ റിദാൻ ബാസിൽ എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്? ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറും സുജിത് ദാസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ റിദാൻ ബാസിലിന്റെ ഫോണിലുണ്ടായിരുന്നു അത്രേ. ഇടക്കാലത്ത് റിദാൻ ബാസിലിനെ പോലീസ് ഒരു ഇൻഫോമറായി ഉപയോഗിച്ചിരുന്നു. ആ ഇൻഫർമേഷന്റെ ഭാഗമായി പോലീസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, വീഡിയോകൾ, വളരെ അപകടകരമായ ഫോൺ സന്ദേശങ്ങൾ റിദാൻ ബാസിലിന്റെ കയ്യിലെത്തുന്നു. റിദാൻ ബാസിൽ ഏറ്റവും അടുത്ത അവന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു വർഷം മുമ്പ് ഈ ഡാൻസ് ഓഫ് സംഘം ഈ റിദാൻ ബാസിലിനെ ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി 1 വർഷത്തോളം ജയിലിലടച്ചതാണ്. ജയിലിൽ നിന്നാണ് മറ്റു ചങ്ങാത്തങ്ങൾ ഉണ്ടാകുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റിദാൻ ബാസിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ ഇൻഫോം ചെയ്യുന്ന, ചെറിയ ചെറിയ വിവരങ്ങൾ കൊടുക്കുന്ന പോലീസിന്റെ ഡാൻസ് ഓഫിന്റെ ഒരു ഇൻഫോമറായി മാറുക. അപ്പോ പോലീസിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള നല്ലൊരു മനസ്ഥിതിയോട് കൂടിയിട്ടാണ് കരുതി കൂട്ടി ഈ റിദാൻ ബാസിൽ ഇൻഫോമറായി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പോലീസിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന് ഈ കാര്യങ്ങൾ പിടികിട്ടുന്നത്. എന്തിനേറെ പറയുന്നു, മലപ്പുറം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസറോട് ഈ മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പ് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ചില തെളിവുകളുണ്ട്, അത് ഞാൻ പുറത്തുവിടും. ഒരു പക്ഷേ ആ വിവരം അറിഞ്ഞാൽ അവർ എന്നെ ഇല്ലായ്മ ചെയ്തേക്കാമെന്ന് അന്ന് പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് റിദാൻ ബാസിൽ മൊഴി പറഞ്ഞിരിക്കുന്നു. SITയുടെ അന്വേഷണം ഇപ്പോഴും എവിടെ എത്തുന്നില്ല. ഞാൻ നൽകിയ പരാതിയിൽ SIT അന്വേഷിക്കേണ്ടതാണ് ഈ കേസ്. SIT അതിൻ്റെ ഇനീഷ്യൽ അന്വേഷണം നടക്കുന്നതിനിടക്ക് തന്നെ ഈ അന്വേഷണം മരവിപ്പിച്ച് കിട്ടാൻ എടവണ്ണ പോലീസ് ഈ കേസുള്ള മഞ്ചേരി കോടതിയിൽ വിചാരണ നിർത്തിവെക്കണമെന്നും പുനരന്വേഷണത്തിന് അവർക്ക് ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകുന്നു. കോടതി ആ അപേക്ഷ അംഗീകരിക്കുന്നു. കോടതിക്ക് അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ അത് അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല. അപ്പോൾ SITയിൽ നിന്നത് പോയി.
ഇപ്പം ആരാ അന്വേഷിക്കുന്നത്? മുന്നേ അന്വേഷിച്ച അതേ സ്റ്റേറ്റ് പോലീസ്, അജിത് കുമാർ. അങ്ങനെ കൂട്ടുപിടഞ്ഞു കിടക്കുന്നു.